പ്രൈസ് ഗാഡ്. നാം യാചിക്കുന്നതിലും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി നമുക്ക് നൽകുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന സർവകൃപാലുവായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്നത്. ആ കർത്താവ് നമുക്കധികമായി തൻ്റെ കൃപ നൽകുന്നു. അതെ, എത്ര അധികം നന്മകൾ, ഉയർച്ചകൾ, അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചാലും ദൈവത്തിൻ്റെ കൃപ ഇല്ല എങ്കിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ ഓരോ നാളും ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. നിശ്ചയമായി യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ പലവിധമായ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഷണ്ട, കലഹം, ദുർമോഹം, അസൂയ, ലോകസ്നേഹം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്നും നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നു. എന്നാൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളും ഇതൊക്കെയുള്ള സമയത്ത് ദൈവത്തിൻ്റെ കൃപ നമ്മിലില്ല എങ്കിൽ നമുക്ക് ആത്മസ്വഭാവമുള്ളവരായി നിലനിൽക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ ആമേൻ, ദൈവഹിതമില്ലാത്ത എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും ആമേൻ ഒഴിഞ്ഞു മാറി ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് വേർപെട്ടവരാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ നാളും ആമേൻ സകല ജഡത്തിൻ്റെ രാഗമോഹങ്ങളോട് പോരാടി, ജഡമോഹങ്ങളോട് പോരാടി ജയിച്ച് ക്രിസ്തുവിനൊരു ജയജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ഏറ്റവും അത്യാവശ്യമാണ്. ആയതിനാൽ ഓരോ നാളും നമുക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിക്കാം. നിശ്ചയമായി കർത്താവ് അധികമായി തൻ്റെ കൃപ നമ്മിൽ പകരുവാനിടയായിത്തീരും. യേശു കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതെ, ആമേൻ, സ്തോത്രം. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന് നമ്മുടെ ഹൃദയം കൊടുത്ത് ദൈവകൽപ്പന നാം അനുസരിക്കുമ്പോൾ തന്നെ ഓരോ നാളും കർത്താവ് കൃപമേൽ കൃപ പകർന്നുകൊണ്ട് നമ്മെ നടത്തുവാൻ സർവശക്തനാകയാൽ ആമേൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആമേൻ, സ്തോത്രം, ഒന്നുകൂടെ വിനയപ്പെടാം, ഒന്നുകൂടെ താഴാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കീഴടങ്ങാം. കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കുമ്പോൾ, കീഴടങ്ങുമ്പോൾ നിശ്ചയമായി തക്ക സമയത്ത് യാതൊന്നും നാം ചെയ്യാതെ തന്നെ നമ്മുടെ പ്രയത്നത്താലോ നമ്മുടെ യാതൊരു ആമേൻ, സ്തോത്രം, ക്രിയയാലോ അല്ല, കർത്താവ് തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ സർവശക്തനാണ്. ആയതിനാൽ ഈ നാളുകളിൽ പാപം നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ, അകൃത്യം നിറഞ്ഞ, ലംഘനങ്ങൾ നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, അവൻ അശുദ്ധി നിറഞ്ഞ ഈ ലോകത്ത് അവൻ വിശുദ്ധരായി, നിഷ്കളങ്കരായി, ദൈവഭക്തിയോടെ, ദൈവഭയത്തോടെ ക്രിസ്തുവിനൊരു ജയജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ അവൻ ഏറ്റവും ആവശ്യമായിരിക്കാൻ ഓരോ നാളും ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് വീണ്ടും യാചിക്കാം. കർത്താവ് തൻ്റെ കൃപ അധികമായി നമ്മിൽ പകരും. ആമേൻ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടായിരിക്കുമ്പോൾ ക്രിസ്തുവിനൊരു ജയജീവിതം നയിക്കുവാൻ മാത്രമല്ല, സകല പ്രതിസന്ധികളെയും, സകല പ്രശ്നങ്ങളെയും, സകല കഷ്ടതകളെയും, സകലത്തെയും അതിജീവിക്കുവാനും കർത്താവ് നമുക്ക് കൃപ നൽകും. ആമേൻ, ആ കർത്താവ് കൃപയും ആശ്വാസവും ശക്തിയും പകർന്ന് നമ്മെ ഓരോ നാളും ജയത്തോടെ നടത്തും. ഈ വചനപ്രകാരം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ, അങ്ങ് കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമാണല്ലോ. കർത്താവേ, അങ്ങയുടെ കൃപ ധാരാളമായി ഞങ്ങളെ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നാളും അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.